Assalamualaikum dear friends. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെ ലഹരി വസ്തുക്കളൊന്നും ചേർക്കാതെ ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റ് ഉള്ള ഒരു പ്ലം കേക്കിന്റെ റെസിപ്പിയാണ്. ഈ ഒരു കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ റമ്മിലൊക്കെ സോക്ക് ചെയ്ത് വെച്ച ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഓവനോ ബീറ്ററോ മിക്സിയോ ഒന്നും ഇല്ലാതെ ബേക്കറി സ്റ്റൈലുള്ള പ്ലം കേക്ക് വേഗം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇപ്പോൾ 1/2 കിലോ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. മുന്തിരി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പഴുത്ത മുന്തിരി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കുരുവുള്ളതോ കുരുവില്ലാത്തതോ ഏത് മുന്തിരി വേണമെങ്കിലും എടുക്കാം. മുന്തിരി എടുക്കുമ്പോൾ പഴുത്ത് കൊഴിഞ്ഞ മുന്തിരി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് നല്ല ടേസ്റ്റും കളറും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു ടേസ്റ്റ് വ്യത്യാസവും ഒരു ചവർപ്പും ഉണ്ടാകും. ഇനി ഇതിലേക്ക് 4 ഗ്രാമ്പു, ചെറിയൊരു പീസ് പട്ട, ചെറിയൊരു പീസ് ചുക്ക് എല്ലാം ഇട്ട് കൊടുത്ത് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ 1/4 കപ്പ് വെള്ളം തന്നെ ഒഴിക്കുക. നമ്മുടെ മുന്തിരിയിൽ ഒരുപാട് വെള്ളത്തിന്റെ അംശമുണ്ട്, അതുകൊണ്ട് അതിൽ കൂടി പോവരുത്. ഇനി ഇത് മൂടി വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വീണ്ടും ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ മുന്തിരിയൊക്കെ നല്ലോണം വെന്ത് കുഴഞ്ഞ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇനി നല്ലതുപോലെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്തതായിട്ട് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇതുപോലെ വിതറി വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കൈവച്ച് നല്ലതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പഞ്ചസാര കരിഞ്ഞ് നമ്മുടെ കേക്കിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് പതഞ്ഞ് ഇതുപോലെ ഒരു ഗോൾഡൻ നിറമാവും. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയം പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയി കിട്ടണം. ഒരുപാട് അങ്ങ് ഡാർക്ക് ആവണ്ട. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ മാറി നിന്നിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാര നല്ല ചൂടായത് കൊണ്ട് കയ്യിലൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു 4 മിനിറ്റും കൂടെ ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിൽ 30 കശുവണ്ടിയും 20 ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ചൂടാറാൻ വെച്ച മുന്തിരി നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ മുന്തിരി ജ്യൂസ് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഒരു ബൗളിൽ ഒരു അരിപ്പ വെച്ച് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ജ്യൂസ് മുഴുവനും എടുക്കാം. ഇനി അരിച്ചെടുത്ത ജ്യൂസ് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അത് കുറച്ച് വീതം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ 1 കപ്പ് കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 8 ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 10 ചെറി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. 1 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ 2 കളറിലെ ട്യൂട്ടി ഫ്രൂട്ടി ഓരോ ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവം മാത്രം കിട്ടിയാൽ മതി. ഇനി ഇത് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈർപ്പമൊന്നുമില്ലാത്ത ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു ജാതിക്കയുടെ പകുതി വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ജാതിക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ ജാതിക്ക ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റുമാണ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 4 ഏലക്കയും ഒരു ചെറിയ പീസ് പട്ട, 4 ഗ്രാമ്പു, ചെറിയൊരു പീസ് ചുക്കും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കും. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈർപ്പമൊന്നുമില്ലാത്ത ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ എടുക്കുമ്പോൾ ലെവൽ ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കുത്തി നിറച്ച് എടുക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. അതും ലെവൽ ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുമ്പോഴും ലെവൽ ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അപ്പക്കാരമാണ്.
ഇതിലേക്ക് 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഒരു വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ 2 പ്രാവശ്യമെങ്കിലും ഈ മാവൊന്ന് അരിച്ചെടുക്കണം, എന്നാൽ മാത്രമേ ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി കേക്കിന്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് കേക്ക് ടിൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 8 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ റൗണ്ട് ചെയ്ത ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്താൽ മതിയേ. ഇനി ഇതിന്റെ സൈഡിലും ഇതുപോലെ കട്ട് ചെയ്ത ബട്ടർ പേപ്പർ വെച്ച് ഇനി ഈ കേക്ക് ടിന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി കേക്ക് ബേക്ക് ചെയ്തത് ഓവനിലല്ല, ഞാൻ ഇതുപോലത്തെ ഒരു അലുമിനിയം പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിലും കേക്ക് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് വലിപ്പമുള്ള ഒരു അടികട്ടിയുള്ള ഒരു അലുമിനിയം പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്റ്റാൻഡോ ഒരു റിങ്ങോ ഇറക്കി വെച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ ചൂട് എല്ലാ സ്ഥലത്തും ഒരുപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി മൂടി വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈർപ്പമൊന്നുമില്ലാത്ത ബൗള് എടുക്കുക. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള നല്ല കട്ടിയുള്ള പുളിപ്പൊന്നുമില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതിന് പകരം 3 മുട്ട എടുക്കാം. മുട്ട എടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാം. ഇനി തൈര് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചോ ഒരു വിസ്ക് വെച്ചോ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പഞ്ചസാര നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടാറിയ പാല് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പാലും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പഞ്ചസാര കാരമൽ ചെയ്ത് വെച്ചത് നല്ലതുപോലെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അതും ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മൾ 2 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാവ് ഒന്നുകൂടി അരിച്ച് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി മുഴുവനായിട്ട് കേക്കിന്റെ ബാറ്ററിലേക്ക് ഇട്ട് ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും. ഇനി ഇതിലേക്ക് മൈദ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ബദാമും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബാറ്ററിന്റെ പരുവം. കാണാൻ തന്നെ നല്ല രസമാണ്, കഴിക്കാൻ ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ആണ്. ഇനി ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഉടനെ തന്നെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് വരഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന പാത്രത്തിലേക്ക് ഈ കേക്ക് ടിന്ന് മെല്ലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. കൈയൊന്നും പൊള്ളാതെ വേണം ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മൂടി വെച്ച് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ പുറത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് തുറന്ന് നോക്കാവൂ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ബാക്കിയുള്ള സമയം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 60 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഈ കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വേണ്ടോ ഒരു ഈർക്കിൽ വേണ്ടോ ഒന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്കിൽ മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് മൂടി വെച്ച് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതിയേ. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറാൻ വേണ്ടി നമുക്കിതൊന്ന് പുറത്തെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഓവനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 60 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയെ. ഇനി ഈ കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി സൈഡിൽ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറൊക്കെ നമുക്ക് മാറ്റാം. ഇനി താഴെ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ മാറ്റാം. അപ്പോൾ ഈ ബട്ടർ പേപ്പർ മാറ്റുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും കേക്ക് കരിഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ചൂടാറിയതിന് ശേഷം ഉടനെ മുറിച്ചെടുത്തതാണ്. അപ്പോൾ 2 ദിവസമൊക്കെ വെച്ചിട്ട് കേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇതിന് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. ഇനി കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് കേക്ക് എടുക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴെ അടിഞ്ഞൊന്നും കൂടാതെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പീസ് കേക്ക് ഞാൻ മുറിച്ചും കൂടി കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെക്കാതെ റമ്മിലൊന്നും സോക്ക് ചെയ്യാതെ അതേ ആ ഒരു പ്ലം കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു കുത്തലും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും
തീർച്ചയായും ഈ ഒരു രീതിയിൽ പ്ലം കേക്ക് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്